പെർസെന്റേജ് കോമ്പോസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയത്. അത് വായിച്ചു നോക്കുക. The hemoglobin from red blood corpuscles of most mammals contains approximately 0.33% iron by weight. The molecular weight of hemoglobin is 67,200. The number of iron atoms in each molecule of hemoglobin. Atomic mass of iron 56 തന്നിട്ടുണ്ട്. അപ്പോൾ അതില് mass percentage of an element in a compound എങ്ങനെ കണ്ടുപിടിക്കാം? Mass percentage of an element in a compound is equal to n into atomic weight of that element divided by molecular weight into 100. ഇതാണ് ഫോർമുല. അതിൽ എന്നെന്താ? നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദാറ്റ് എലമെന്റ് ഇൻ വൺ മോളിക്യൂൾ ഓഫ് ദ കോമ്പൗണ്ട്. കോമ്പൗണ്ടിന്റെ മോളിക്യൂളില് ആ എലമെന്റിന്റെ എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് n എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, മീഥൈൻ എടുത്താൽ, മീഥൈനിലെ ഹൈഡ്രജന്റെ മാസ് പെർസെന്റേജ് ചോദിച്ചാൽ എന്നിന്റെ വാല്യൂ 4 ആണ്. ഹൈഡ്രജൻ അറ്റോമിക് വെയിറ്റ് 1 ആണ്. മോളിക്കുലർ വെയിറ്റ് 16 ആണ്. ഇൻറ്റു 100. റെഡിയാണ്? ഇവിടെ ഹീമോഗ്ലോബിനില് അയണിന്റെ മാസ് പെർസെന്റേജ് 0.33 തന്നിട്ടുണ്ട്. സോ 0.33 is equal to n ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് അയൺ ആറ്റംസ് ഇൻ വൺ മോളിക്യൂൾ ഓഫ് ഹീമോഗ്ലോബിൻ. അറ്റോമിക് വെയിറ്റ് ഓഫ് അയൺ 56 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മോളിക്കുലർ വെയിറ്റ് ഓഫ് ഹീമോഗ്ലോബിൻ 67,200 തന്നിട്ടുണ്ട്. 67,200 തന്നിട്ടുണ്ട്. ഇൻറ്റു 100. 0000 കട്ട് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ n is equal to എന്ത് വരും മക്കളെ? n is equal to 672 divided by 56 into 0.33 എന്ന് പറഞ്ഞാൽ 1/3. 672/56 12 ആണ്. 12 into 0.33 എന്ന് പറഞ്ഞാൽ 12 into 1/3. എത്ര? 12/3 4. So there are 4 iron atoms in one molecule of hemoglobin. Okay.